ലോകത്തിന്റെ ഗതി മാറ്റുന്ന വലിയൊരു രാഷ്ട്രീയ ചർച്ചയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ഒരേയൊരു ചർച്ചയുള്ളൂ. അമേരിക്കൻ ഉപരോധങ്ങളുടെ മുനയൊടിഞ്ഞു. റഷ്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തി ലോകത്തെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ ശ്രമിച്ച അമേരിക്കൻ ഭരണകൂടം ഒടുവിൽ സ്വന്തം നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞിരിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഏത് രാജ്യത്തിനും കനത്ത പിഴയും ഉപരോധവും ഏർപ്പെടുത്തുമെന്നായിരുന്നു അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഗർജനം. 500% വരെ താരിഫ് ചുമത്തുമെന്ന് പറഞ്ഞ് ഇന്ത്യയും ചൈനയും അവർ വിരട്ടി നോക്കി. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഇന്ത്യയുടെയും ചൈനയുടെയും ശക്തിക്ക് മുന്നിൽ അമേരിക്കയ്ക്ക് തങ്ങളുടെ അഹങ്കാരം മാറ്റിവെക്കേണ്ടി വന്നു. അമേരിക്ക ഫസ്റ്റ് എന്ന് നടന്നിരുന്ന ട്രംപ് ഭരണകൂടം ഒടുവിൽ ഇന്ത്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി 100% താരിഫ് എന്ന പരിധിയിലേക്ക് ചുരുങ്ങാൻ നിർബന്ധിതരായിരിക്കുന്നു. എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയ്ക്ക് ഈ തിരിച്ചടി നേരിടേണ്ടി വന്നത്? ഇതിന് പിന്നിലെ സത്യം എന്താണ്? മോദിയുടെ കരുത്തുറ്റ വിദേശ നയം എങ്ങനെയാണ് അമേരിക്കയുടെ ഉപരോധ ഭീഷണിയെ തകർത്ത് കളഞ്ഞത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ. ആദ്യം നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നോക്കാം. അമേരിക്കയുടെ ഈ ഉപരോധ ബില്ല് റഷ്യൻ സാമ്പത്തിക അടിത്തറയെ തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. പക്ഷേ അവർ ഒരു കാര്യം മറന്നു. ആഗോള വിപണിയിൽ ഇന്ത്യയും ചൈനയും ഒഴിവാക്കി ഒന്നിനും കഴിയില്ല. 500% താരിഫ് എന്ന ഭീഷണി പ്രായോഗികമാവില്ലെന്ന് അവർക്ക് വൈകിപ്പോയിട്ടാണെങ്കിലും ബോധ്യപ്പെട്ടു. ഈ താരിഫ് നടപ്പിലാക്കിയാൽ അത് അമേരിക്കയുടെ തന്നെ വിപണിയെ തകർക്കും. അതോടെയാണ് അവർ 100% എന്ന നിലയിലേക്ക് മാറിയത്. ഇത് അമേരിക്കയുടെ നയതന്ത്ര പരാജയമാണ്. ഒരു വലിയ രാജ്യത്തിന്റെ തീരുമാനത്തെ മാറ്റാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നത് ഇന്ത്യയുടെ വളർന്നു വരുന്ന ലോക സ്വാധീനത്തെയാണ് കാണിക്കുന്നത്. ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയത്തിന്റെ വിജയം നാം കാണേണ്ടത്. അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഇന്ത്യ തയ്യാറായില്ല. ഇന്ത്യയുടെ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷയാണ് വലുതെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയുടെ അവകാശമാണ്, ആരും പറയാൻ വരേണ്ടതില്ല എന്ന നിലപാട് ഇന്ത്യ സ്വീകരിച്ചു. അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാതെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മാത്രം നോക്കി തീരുമാനങ്ങൾ എടുത്ത മോദി സർക്കാർ അമേരിക്കയെ അവരുടെ അഹങ്കാരത്തിൽ നിന്ന് താഴെ ഇറക്കി. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരത നിലനിർത്താൻ ഈ തീരുമാനം വലിയൊരു കൈത്താങ്ങായി. ഈ പുതിയ ഭേദഗതിയിൽ അമേരിക്കൻ പ്രസിഡന്റിന് ഒരു പ്രത്യേക അധികാരം നൽകിയിട്ടുണ്ട്. പ്രസിഡന്റിന് വേണമെങ്കിൽ ഏത് രാജ്യത്തിനും ഇളവ് നൽകാമെന്ന്. ഇത് വെറുമൊരു രാഷ്ട്രീയ നാടകമാണ്. തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ സഖ്യകക്ഷികളെ സഹായിക്കാനും അല്ലാത്തവരെ ഭീഷണിപ്പെടുത്താനുമുള്ള ആയുധമായി അവർ ഈ നിയമത്തെ മാറ്റുകയാണ്. പക്ഷെ ഇത്തരം കളി ഇനി നടക്കില്ല. ഡോളറിനെ ഉപയോഗിച്ച് ലോകത്തെ ഭരിക്കുന്ന കാലം കഴിഞ്ഞു. ഇന്ത്യയും റഷ്യയും രൂപയിലും റൂബിളിലും വ്യാപാരം തുടങ്ങിയതോടെ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. ഡോളർ ആധിപത്യം ഇല്ലാതാകുന്നതിന്റെ തുടക്കമാണിത്. റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. യൂറോപ്പ് റഷ്യയെ ഉപേക്ഷിച്ചപ്പോൾ ഇന്ത്യയും ചൈനയുമാണ് റഷ്യയെ സഹായിച്ചത്. ഏഷ്യൻ വിപണിയുടെ ശക്തി ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ തിരിച്ചറിയുകയാണ്. ഈ ഉപരോധങ്ങൾ റഷ്യയെ തകർക്കുന്നതിന് പകരം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തത്. അമേരിക്കയുടെ റഷ്യൻ എണ്ണ ഉപരോധവും അതിനു മുന്നിൽ അമേരിക്ക മുട്ടുമടക്കിയതിനെ കുറിച്ചും ആയിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞത്. എന്നാൽ ഇത് കേവലം ഒരു താൽക്കാലിക വിജയം മാത്രമല്ല. ഇത് ഇന്ത്യ എന്ന രാജ്യം ലോകരാഷ്ട്രീയത്തിൽ നടത്തിയ ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാൻ ആണ്. എന്തിനാണ് ഇന്ത്യ അമേരിക്കയുടെ ഭീഷണി വകവെക്കാതിരുന്നത്? ഈ ധൈര്യത്തിന് പിന്നിൽ എന്താണ്? ലോകം രണ്ടായി തിരിഞ്ഞപ്പോൾ ഒരു പക്ഷം ചേരാൻ ഇന്ത്യയോട് പാശ്ചാത്യ ശക്തികൾ ആവശ്യപ്പെട്ടതായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ മറുപടി വളരെ കൃത്യമായിരുന്നു. ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങുക എന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ മുൻനിർത്തിയായിരുന്നു. പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാനും സാധാരണക്കാരന്റെ പോക്കറ്റ് ചോരാതെ നോക്കാനും ഈ ഒരു തീരുമാനം ഇന്ത്യയെ സഹായിച്ചു. അമേരിക്കയുടെ ഉപരോധ ഭീഷണി ഉണ്ടായപ്പോൾ വിദേശ നയത്തിൽ ഇന്ത്യക്ക് മറ്റൊരാളുടെ അനുവാദം ആവശ്യമില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ഇന്ത്യ മറുപടി നൽകി. ഇതൊരു സാധാരണ വ്യാപാരമായിരുന്നില്ല. പകരം ഡോളർ എന്ന കറൻസിയുടെ ആഗോള കുത്തകയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയായിരുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം സ്വന്തം കറൻസികളിൽ നടന്നതോടെ അമേരിക്കൻ ബാങ്കിംഗ് സംവിധാനത്തിന് പുറത്ത് ഒരു പുതിയ സാമ്പത്തിക പാത തുറന്നു. മറ്റ് വികസ്വര രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയെ മാതൃകയാക്കുകയാണ്. എന്തിനാണ് നമ്മൾ ഡോളറിനെ മാത്രം ആശ്രയിക്കുന്നത് എന്ന ചോദ്യം ഇന്ന് ലോകമെമ്പാടും ഉയരുന്നു. അമേരിക്ക ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്?
ഈ ഉപരോധ ഭേദഗതിയിലൂടെ അവർ തങ്ങളുടെ തോൽവി സമ്മതിച്ചു കഴിഞ്ഞു. എന്നാൽ ഇനിയും ഇത്തരം ഭീഷണികൾ ഉണ്ടായേക്കാം. അതിനെ നേരിടാൻ ഇന്ത്യ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഒരു സാമ്പത്തിക ബ്ലോക്ക് രൂപീകരിക്കേണ്ടത് അനിവാര്യമാണ്. ഏഷ്യൻ വിപണികൾ യോജിച്ചാൽ ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ അമേരിക്കയുടെ പങ്ക് ക്രമേണ കുറയുമെന്ന് തീർച്ചയാണ്. മോദിയുടെ കീഴിൽ ഇന്ത്യ ഇന്ന് ആഗോള രാഷ്ട്രീയത്തിലെ ഒരു പവറായി മാറിയിരിക്കുകയാണ്. ഇനി ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്, ഇന്ന് ലോകം ഇന്ത്യയെ നോക്കുന്നത് വലിയൊരു പ്രതീക്ഷയോടെയാണ്. വെറുമൊരു ഉപഭോക്തൃ രാജ്യമല്ല, മറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന, ലോകത്തെ നയിക്കുന്ന ഒരു ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഈ മാറ്റത്തിന് പിന്നിൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവുമുണ്ട്. പണ്ട് അമേരിക്ക ഒന്ന് കണ്ണുരുട്ടിയാൽ വിറയ്ക്കുന്ന നിലപാടായിരുന്നു പലപ്പോഴും ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഫസ്റ്റ് എന്നത് വെറും മുദ്രാവാക്യമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. അമേരിക്കയുടെ ഉപരോധ ഭീഷണിക്ക് മുന്നിൽ മോദി കാണിച്ച ഈ നിശ്ചയദാർഢ്യം ലോകത്തിന് തന്നെ ഒരു പാഠമാണ്. എങ്ങനെയാണ് മോദി ഇന്ത്യയെ ഇങ്ങനെ മാറ്റിയത്? ഒന്നാമതായി സാമ്പത്തിക സ്വയം പര്യാപ്തത. ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിലൂടെ ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചു. അതാണ് അമേരിക്കയുടെ ഉപരോധങ്ങളെ പുല്ലുപോലെ തള്ളിക്കളയാൻ കാരണം. രണ്ടാമതായി തന്ത്രപരമായ സൗഹൃദം. റഷ്യയുമായുള്ള സൗഹൃദവും ഓസ്ട്രേലിയയുമായുള്ള പുതിയ കരാറുമടക്കം രാജ്യത്തിന് ആവശ്യമുള്ളത് കൃത്യമായി നേടാൻ മോദിയുടെ നയതന്ത്രത്തിന് സാധിച്ചു. മൂന്നാമതായി ആഗോള ശബ്ദം. ഇന്ന് G20 ഉൾപ്പെടെയുള്ള വേദികളിൽ ഇന്ത്യ ഉയർത്തുന്ന ശബ്ദം ലോകം കേൾക്കുന്നു. പാവപ്പെട്ട രാജ്യങ്ങളുടെയും വികസ്വര രാജ്യങ്ങളുടെയും ശബ്ദമായി ഇന്ത്യ മാറി. അമേരിക്ക വിചാരിച്ചാൽ ഇന്ത്യയെ നിയന്ത്രിക്കാമെന്ന ചിന്ത ഇന്ന് അവസാനിച്ചിരിക്കുന്നു. ഒരു രാജ്യം തന്റെ ജനങ്ങളുടെ താല്പര്യത്തിന് മുൻഗണന നൽകുമ്പോൾ ലോകത്തെ വൻ ശക്തികൾ പോലും ആ തീരുമാനത്തിന് മുന്നിൽ തലകുനിക്കാൻ നിർബന്ധിതരാകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നാം കാണുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നത് മോദിയുടെ ഉറച്ച നിലപാടുകൾ ഒന്നുകൊണ്ട് മാത്രമാണ്. പ്രതിസന്ധികൾ വരും, ഭീഷണികൾ ഉണ്ടാവും, പക്ഷേ അതെല്ലാം ഒരൊറ്റ തീരുമാനത്തിലൂടെ ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നേരിടാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നു. ഇത് വെറുമൊരു വിജയമല്ല, ഇതൊരു പുതിയ ഇന്ത്യയുടെ ഉദയമാണ്. ഇനി നമുക്ക് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. എന്തായിരുന്നു ആ വലിയ പ്രഖ്യാപനം? ഞങ്ങൾ ഉപരോധിക്കും, ഞങ്ങൾ താരിഫ് ചുമത്തും, ലോകം മുഴുവൻ ഞങ്ങളുടെ കാൽക്കീഴിൽ വരണം എന്നൊക്കെയായിരുന്നു ഗർജനം. അവസാനം എന്തായി? എല്ലാം താഴ്ന്നുപോയി. പണ്ട് വലിയ അഹങ്കാരത്തോടെ 500% താരിഫ് എന്ന് പ്രഖ്യാപിച്ചവർ ഇപ്പോൾ 100%ത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. എന്തിനാണെന്നോ? ഈ ഭീഷണി കൊണ്ട് ഇന്ത്യക്ക് ഒരു കുലുക്കവും ഉണ്ടാകില്ലെന്ന് കണ്ടപ്പോൾ അമേരിക്കയുടെ വിപണിയിൽ തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർക്ക് ബോധ്യമായി. അതായത് പുലിയായി വന്ന് പൂച്ചയായി മാറിയ അവസ്ഥ. ഇനി ഇതിനേക്കാളും രസകരമായ ഒരു കാര്യമുണ്ട്. പുതിയ ഭേദഗതിയിൽ പ്രസിഡന്റിന് ഇളവ് നൽകാൻ അധികാരമുണ്ടത്രേ. അതായത് ഭീഷണിപ്പെടുത്താൻ ഒരു നിയമം കൊണ്ടുവരും, എന്നിട്ട് ഭീഷണി ഏൽക്കില്ലെന്ന് കാണുമ്പോൾ സ്വന്തം താല്പര്യത്തിനായി അതിൽ തന്നെ ഇളവും കൊടുക്കും. ഇതാണോ ട്രംപിന്റെ നയതന്ത്രം? സ്വന്തം കോട്ടയ്ക്കകത്തിരുന്നുള്ള വെറും രാഷ്ട്രീയ നാടകമാണിത്. ലോകത്തെ വിരട്ടാൻ നോക്കിയ ട്രംപിന് ഒരു കാര്യം മനസ്സിലായിട്ടില്ല. ഇത് പണ്ടത്തെ ഇന്ത്യയല്ല. ഇന്ത്യയെ വിരട്ടി ഒരു കാര്യം കാണാമെന്ന് വിചാരിക്കരുത്. ഒരു അണക്കെട്ടിനെ ഈർക്കിൽ കൊണ്ട് തടയാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. ട്രംപിന്റെ അഹങ്കാരത്തിന് ഇന്ത്യ ഇപ്പോൾ കനത്ത പണി തന്നെ കൊടുത്തിരിക്കുകയാണ്. അവസാനം സ്വന്തം സഖ്യകക്ഷികളെ പോലും പേടിപ്പിച്ച് നിർത്താൻ നോക്കിയ ട്രംപിന് ഇന്ന് ആഗോള വിപണിയിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ്. ഇതല്ലേ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത്. അമേരിക്കയുടെ ഉപരോധ ബില്ലും അതിന് വന്ന ഭേദഗതികളും ഒരു കാര്യം കൃത്യമായി വിളിച്ചു പറയുന്നുണ്ട്. ഇനി ലോകത്തെ ഏകപക്ഷീയമായി ഭരിക്കാമെന്ന് അമേരിക്ക കരുതേണ്ട. തങ്ങളുടെ ഭീഷണികൾക്ക് മുന്നിൽ ലോകം ഇനി വിറക്കില്ലെന്നും സ്വന്തം ജനതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യയും റഷ്യയും എല്ലാം ഒറ്റക്കെട്ടാണെന്നും ട്രംപ് ഭരണകൂടം ഇപ്പോൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.